ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസിന്റെ കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം ആണുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ബിടെക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫ്രഷേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ലൈസൻസ് ഇപ്പോൾ കമ്പൽസറി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു അപ്ഡേഷൻ, ഇതിപ്പോൾ ഒരു USS ആണ്, യൂണിറ്റൈസ്ഡ് സബ്സ്റ്റേഷൻ. നമുക്ക് ട്രാൻസ്ഫോമറും അതിന്റെ ബ്രേക്കറും ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 250 kVA ട്രാൻസ്ഫോമർ ആണ്, കാസ്റ്റേഴ്സിൻ ട്രാൻസ്ഫോമർ ആണ്, ബ്രേക്കറായിട്ട് HT-SFE ആണ് കൊടുത്തത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂവിന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആവും. എന്തുകൊണ്ടെന്നല്ല, അതിന്റെ റീസെന്റ് അപ്ഡേഷൻ വന്നേക്കുന്നത് 160 kVA ആൻഡ് എബോവ് ട്രാൻസ്ഫോമർ വാക്വം സർക്യൂട്ട് ബ്രേക്കർ കമ്പൽസറി ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ LT സൈഡിലെ CT കൊടുത്തിട്ടുണ്ട്. CTയുടെ ക്ലാസ് 1 ആണ്, അത് 0.5S ആയിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ ഇങ്ങനെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെയും കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെയും ഇങ്ങനത്തെ റീസെന്റ് അപ്ഡേഷൻസും, അതുപോലെ KSELB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ ആ ലൈസൻസ് ഇന്റർവ്യൂ പ്രോസസ്സിലും കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം A ഗ്രേഡ് 100 kW സോളാർ ഉണ്ട്. അതുപോലെ നമ്മൾ ഇക്വേഷൻസ് എല്ലാം കമ്പൽസറി ആക്കി, തമ്പ് റൂൾസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസിന്റെ റീസെന്റ് അപ്ഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് വേണമെങ്കിൽ MTTCയെ കോൺടാക്ട് ചെയ്യൂ. 10 ഇയർ ആയിട്ട് ഇലക്ട്രിക് ലൈസൻസ് ട്രെയിനിങ് ഫീൽഡിലുള്ളതാണ് MTTC. അതുപോലെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ അത് ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ളവർ, പല കമ്പനി കോൺട്രാക്ടേഴ്സിന്റെ ഓൺ ടീം വർക്കാണ് നമ്മൾ ആക്ച്വലി ഈ ലൈസൻസ് ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും വളരെയധികം ഇമ്പോർട്ടൻ്റ്